കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ബൾബിന് വരുന്നത് 55-60 വാട്ട്സ് വരെയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിട്ട പ്രോബ്ലം ഇല്ലേ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ ഒരു ഉത്തരം ഞാൻ പറയുന്നത്. അതായത് മാർക്കറ്റിൽ 250, 350, 450 വാട്ട്സ് ഒക്കെ ഉള്ള ബൾബുകൾ അവൈലബിൾ ആണ്. അതിട്ടാൽ എന്താണ് പണി വരുന്നത്? നമ്മുടെ വയറിങ്ങിന് പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടി റിലേ കിറ്റ് ആഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. സത്യമാണ്, അങ്ങനെ റിലേ കിറ്റ് ആഡ് ചെയ്താൽ വയറിങ്ങിന് വലിയ കുഴപ്പം വരത്തില്ല. പക്ഷേ ഇനി ലക്സ് മീറ്റർ കണ്ടിട്ടില്ലെങ്കിൽ ഈ കാണുന്നതാണ് ലക്സ് മീറ്റർ എന്ന് പറയുന്നത്. LED ഹെഡ്ലൈറ്റ് മാറുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 5 മെയിൻ കാര്യങ്ങൾ. അത് അറിഞ്ഞില്ലെങ്കിൽ പണി കിട്ടുന്ന വഴി അറിയത്തില്ല. വിലക്കുറവ് കാരണം മാത്രം ഓടിച്ചെന്നൊരു ഹെഡ്ലൈറ്റ് ബൾബ് വാങ്ങാൻ വരട്ടെ, പണി വരുന്നുണ്ട്. ഹെഡ്ലൈറ്റിൽ വരുന്ന വാട്ട്സ് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്? ഇനി വാട്ട്സ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും ലൂമൻ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്? എന്താണ് വാട്ട്സും ലൂമനും ഒക്കെ ഇതുമായിട്ടുള്ള ബന്ധം? ഇനി കളർ 6000 കെൽവിൻ, 4300 കെൽവിൻ, ഇനി 3000 കെൽവിൻ, ഇങ്ങനെ കുറേ കേട്ടിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? ഈ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് MJ എക്സ്പ്ലോർ എന്ന് പറഞ്ഞ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ എന്തിനാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് ബൾബ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്? മെയിൻ കാര്യം വെട്ടയില്ലായ്മ തന്നെയാണ്. കാരണം വെട്ട എന്തുകൊണ്ട് കിട്ടുന്നില്ലെന്ന് ചോദിച്ചാൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഹാലജൻ ബൾബിന് ഒട്ടും തന്നെ ലൂമൻ ഇല്ല. ലൂമൻ എന്ന് പറഞ്ഞാൽ വെട്ടത്തിനെ അളക്കുന്ന, അല്ലെങ്കിൽ ആ വെട്ടം അളന്ന് അതിൻ്റെ കൃത്യം അളവാണ് പറയുന്നത് ലൂമൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ഈ കാണുന്ന ഒരു സെലീറിയോ വാഹനമാണെങ്കിലും ഇതിൽ വരുന്ന ഒരു ഹാലജൻ ബൾബ് അത് കൺവേർട്ട് ചെയ്ത് LED ബൾബ് ആക്കിയപ്പോഴേക്കും നല്ല രീതിക്കുള്ള വ്യത്യാസമാണ് ഫീൽ ചെയ്യുന്നത്. ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പല വീഡിയോസിൽ നമ്മൾ കാണിക്കുന്നതായതുകൊണ്ട് കുറച്ച് പഴയ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, അപ്പം ആദ്യത്തെ മെയിൻ കാര്യം നമ്മളൊരു ബ്രാൻഡ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ബ്രാൻഡ് എങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും? അതായത് നമ്മളിപ്പോൾ ഒരു ആക്സറി ഷോപ്പിലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും അവരുടെ ഉള്ളൊരു ബ്രാൻഡ് അവർ കാണിച്ചു തന്നിട്ട് നല്ലതാണെന്ന് പറയും. പക്ഷേ അത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊരു നല്ല ബ്രാൻഡാണ്, അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഇപ്പം എൻ്റെ ഇരിക്കുന്ന ഈ ക്രോസ് ലിങ്ക് വീൽസ് എന്ന് പറയുന്ന ഈ ഒരു മോഡൽ നമ്മളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം 2006 തൊട്ടുള്ള കമ്പനിയാണ് ക്രോസ് ലിങ്ക് വീൽസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബ്രാൻഡ്സ് വരുന്ന സമയത്ത് എന്താണ് അതിൻ്റെ ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാറണ്ടിയുടെ കേസിലോ കാര്യത്തിനോ പ്രശ്നം വരത്തില്ല. പിന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിക്കും പ്രശ്നമൊന്നും തന്നെ ഉണ്ടാകില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി നല്ലതായിരിക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ഇത് ഞാൻ കഴിഞ്ഞ കുറേ നാളായിട്ട് സെയിൽ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ക്രോസ് ലിങ്ക് വീൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ ലൂമനും വാട്ട്സും ഞാൻ കാണിച്ചു തരാം. അതാണ് രണ്ടാമത്തെ പോയിന്റ്. 192 വാട്ട്സ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. എന്താണ് 192 വാട്ട്സ്? ഈ ഒരു ബോക്സിനകത്ത് വരുന്ന 2 ബൾബ് കൂടി ചേരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന വാട്ട്സ് എന്ന്, അതായത് ഒരു ബൾബിന് 96 വാട്ട്സ് വെച്ചാണ് ഇതിന് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഇത് 96 വാട്ട്സ് വെച്ച് ഒരു ബൾബ് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ബൾബിന് വരുന്നത് 55-60 വാട്ട്സ് വരെയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിട്ട പ്രോബ്ലം ഇല്ലേ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ ഒരു ഉത്തരം ഞാൻ പറയുന്നത്. അതായത് 55-60 വാട്ട്സ് ഹാലജൻ വരുന്ന സ്ഥാനത്ത് ഒരു LED ബൾബ് നമുക്ക് മാക്സിമം ഒരു 100 വാട്ട്സ് വരെ ഒരു സൈഡിൽ സപ്പോർട്ട് ചെയ്യും വിത്തൗട്ട് എനി റിലേ. ഒരു റിലേ കൂടാതെ നമുക്കിത് ഫിക്സ് ചെയ്യാൻ സാധിക്കും, ഒരു രീതിക്കുള്ള പ്രശ്നം വരുന്നില്ല. പക്ഷേ നമുക്കറിയാം നമ്മുടെ മാർക്കറ്റിൽ 250, 350, 450 വാട്ട്സ് ഒക്കെ ഉള്ള ബൾബുകൾ അവൈലബിൾ ആണ്. അതിട്ടാൽ എന്താണ് പണി വരുന്നത്? ഇട്ട് കഴിഞ്ഞാൽ ഈ കാണുന്ന ഹെഡ്ലൈറ്റിനകത്തുള്ള റിഫ്ലക്ടർ നിങ്ങൾ കണ്ടല്ലോ, അതായത് ഈ തിളങ്ങുന്ന റിഫ്ലക്ടർ, ഈ റിഫ്ലക്ടർ മങ്ങിപ്പോവും. അപ്പം കുറച്ച് പേരെങ്കിലും നമുക്ക് വാട്ട്സ് കൂടിയിടാം, ഒരു കുഴപ്പമില്ല, നമ്മുടെ വയറിങ്ങിന് പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടി റിലേ കിറ്റ് ആഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. സത്യമാണ്, അങ്ങനെ റിലേ കിറ്റ് ആഡ് ചെയ്താൽ വയറിങ്ങിന് വലിയ കുഴപ്പം വരത്തില്ല. പക്ഷേ ഈ റിഫ്ലക്ടറിന് കുഴപ്പം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് കാര്യമാണ് ചെയ്യുന്നത്? ഒന്നും തന്നെ ചെയ്യുന്നില്ല. നമ്മൾ ഭയങ്കര പ്രകാശം കൂടിയത് അല്ലെങ്കിൽ ഭയങ്കര വാട്ട്സ് കൂടിയതൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഈ റിഫ്ലക്ടറിന് കംപ്ലയിൻറ്റ് വരും. റിഫ്ലക്ടറിന് കംപ്ലയിൻറ്റ് വന്നാൽ എന്താണ് സംഭവിക്കുന്നത്? മങ്ങിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ എത്ര വാട്ട്സ് കൂടിയിട്ട് എത്ര വെട്ടം കൂടിയിട്ട മോഡൽ ഇട്ടെന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിഫ്ലക്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ലൈറ്റ് ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 200 വാട്ട്സ് വരെ മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യാവുള്ളൂ. അതിൻ്റെ മേളിലോട്ട് പോകരുത്, പോയാൽ പണി കിട്ടും. ഇനി മൂന്നാമത്തെ കാര്യമാണ് വാറണ്ടി. ഇപ്പം ഈ ഒരു മോഡലിൽ നമുക്ക് കാണാം 24 മന്ത്സ് വാറണ്ടി എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതായത് 2 വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് വരുന്നത്. ഇത് സ്പോട്ട് റീപ്ലേസ്മെൻറ്റ് കിട്ടുന്ന മോഡലാണ്. അതായത് എന്ത് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലും സ്പോട്ടിൽ നമുക്ക് റീപ്ലേസ്മെൻറ്റ് കിട്ടും. അതുപോലെ തന്നെ ഇതൊരു H4 മോഡലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിൽ ഞാൻ എടുത്ത് കാണിക്കാനുള്ളൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് പലരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം, H4-ൽ നിങ്ങൾക്ക് ഇതേ കാണാൻ സാധിക്കുന്ന പോലെ ഇവിടെ ഇങ്ങനെ ഒരു ക്യാപ്പ് കാണാമായിരിക്കും, അല്ലെങ്കിൽ ഈ താഴത്തെ ഈ ഒരു ബൾബിൻ്റെ ഈ പോർഷനിൽ ഇത്രയും ഭാഗത്ത്, അതായത് ഇവിടെ ഈ ഭാഗത്ത് ഒരു പാർട്ടീഷൻ പോലെ കാണാം. ഇതൊരു ക്യാപ്പാണ്, ശരിക്കും ഒരു ക്യാപ്പ് പോലെ അല്ലെങ്കിൽ ഒരു പാർട്ടീഷനാണ് വരുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ, ഈ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നതാണ് ലോ ബീം, ഇതിൻ്റെ ബാക്കിൽ വരുന്ന ഹൈ ബീമാണ്. ലോ ബീം കത്തുന്ന സമയത്ത്, അതായത് ഈ ഒരു വാഹനത്തിൽ ലോ ബീം കത്തുമ്പോൾ മേളിലോട്ടാണ് ആ ലൈറ്റ് കത്തുന്നത്, എന്നിട്ട് താഴോട്ടാണ് പോകുന്നത്. പക്ഷേ ഇത് ഫുള്ളായിട്ട് പ്രകാശിച്ചു കഴിഞ്ഞാൽ
ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്നവൻ്റെ കണ്ണിലോട്ട് അടിച്ചു കൊടുക്കും. ഒരു കാരണവശാലും അത് ചെയ്യരുത്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് അയച്ചു തന്നൊരു വീഡിയോയ്ക്കകത്ത് കണ്ടതാണ്. ചേട്ടാ, ഈ ഒരു ലൈറ്റ് ആകെപ്പാടെ 10,000-3000 രൂപയെ വരുന്നുള്ളൂ, ഇത് മേടിച്ചാൽ നല്ലതല്ലേ എന്ന് എന്നോട് ചോദിച്ചു. ഞാനത് നോക്കി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ക്വാളിറ്റി മനസ്സിലാവും. ഇത് എനർജി എഫിഷ്യന്റ് ആണ്, ലോ ആൻഡ് ഹൈ ബീം ഇതിൽ വരുന്നുണ്ട്. പിസ്റ്റ തിരിച്ചിട്ട് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ, അതിനുശേഷം വീണ്ടും പ്ലഗ് ചെയ്യുക, സംഭവം ഈസി കണക്ട് ആയി. ഞാൻ പുള്ളിയോട് പറഞ്ഞു ഇതിന് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, അതായത് അത് H4 ആണ്, അതിൽ ഈ പറയുന്ന കവറോ കാര്യങ്ങളോ വരുന്നില്ല. നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, വരുന്നവന്നിട്ട് പണി കൊടുക്കുന്ന രീതിയാണ്. അപ്പോൾ H4 കണ്ടുപിടിക്കാൻ വേണ്ടത് ഈ 3 പിന്ന് നോക്കിയാൽ മതി. 3 പിന്നാണ് വരുന്നതെങ്കിൽ H4 ആണ് വരുന്നത്. ഓക്കെ, ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിലെ കാശ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മേടിക്കാം. പക്ഷേ കാരണം നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന വാഹനം ഓടിക്കുന്ന വ്യക്തിയുടെ കണ്ണിലോട്ട് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ പ്രശ്നമല്ലേ. അവനിട്ട് പണി കൊടുക്കുന്ന മാത്രമല്ല, ചിലപ്പോൾ നമുക്കും കിട്ടും ആ പണി. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വന്ന് നമ്മുടെ വാഹനത്തിൽ ഇടിക്കും, ഇല്ലേ? സത്യമാണ്. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സിലാക്കിക്കൊണ്ട്, അതുകൊണ്ട് എപ്പോഴും നിങ്ങളൊരു പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കണം. അത് മാത്രമല്ല, പുതിയ കമ്പനീസ് എടുത്തു കഴിഞ്ഞാൽ വരുന്നൊരു കുഴപ്പം എന്താണെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇന്നിപ്പോൾ ആ കമ്പനി കാണും, നാളെ അല്ലെങ്കിൽ ചിലപ്പോൾ 1 വർഷം കഴിയുമ്പോൾ ആ കമ്പനി ഇല്ലാതെ ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ കമ്പനി സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇപ്പോൾ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനീസൊക്കെ പെട്ടെന്നൊന്നും അവർക്ക് വൈൻഡപ്പ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർക്ക് ഒരു പ്രോഡക്ട്സ് മാത്രമല്ല, ഇപ്പോൾ ഈ ക്രോസിംഗ് വീൽസ് എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടംപോലെ പ്രോഡക്ട്സ് ഉണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒറ്റ ദിവസം കൊണ്ട് അവർക്കത് ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് 2 വർഷം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കും. പക്ഷേ പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് വരുന്ന പ്രോഡക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ചീപ്പ് ക്വാളിറ്റി ആയിട്ടൊക്കെ ഉള്ള പ്രോഡക്ട്സിന് നാളെ നിന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വാറണ്ടി റീപ്ലേസ്മെൻറ്റ് കിട്ടില്ല. അതൊരു പ്രശ്നമാണ്. ഇനി 4ാമത്തെ പോയിന്റ്, പ്രോപ്പർ ഫിറ്റ്മെൻ്റ് ആണോ എന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങൾ അഷുറൻസ് വരുത്തുക. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഞാൻ കാണിച്ച പോലെ H4 തലതിരിച്ചും ഫിറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ തലതിരിച്ച് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്നൊരു വ്യക്തിയുടെ കണ്ണിലോട്ട് തന്നെ അടിക്കും. അതൊരു തെറ്റായ രീതിയാണ്. എപ്പോഴും നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ബൾബുകൾ, അതായത് ഹെഡ്ലൈറ്റ് LED ബൾബുകൾ, നമ്മൾ അതിൻ്റെ വയർ താഴോട്ട് നിൽക്കുന്ന രീതിക്കാണ് അവർ കൃത്യമായിട്ട് തന്നെ പ്ലാൻ ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ആ രീതിക്ക് മാത്രം അത് ഫിറ്റ് ചെയ്യാൻ അനുവദിക്കാവുള്ളൂ. 5ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാരണവശാലും ഹെഡ്ലൈറ്റ് ഹൈ ബീം യൂസ് ചെയ്യരുത്. അത് നോർമൽ റോഡുകളിൽ നിങ്ങൾ ഓടുന്ന സമയത്ത് യൂസ് ചെയ്യരുതെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഹൈ റേഞ്ച് ഒക്കെ പോവുകയാണ്, ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വാഹനമൊന്നും വരുന്നില്ല, കുത്തനെ ഒരു ഇറക്കമൊക്കെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ഹൈ ബീം യൂസ് ചെയ്യാൻ സാധിക്കും. അല്ലാത്ത പക്ഷം മെയിൻ റോഡിലോ അല്ലെങ്കിൽ ചെറിയ വില്ലേജ് റോഡ്സിലൊക്കെ നിങ്ങൾ പോകുന്ന സമയത്ത് ഒരു കാരണവശാലും ഹൈ ബീം ഇട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്നവരെയോ വഴി കൂടെ നടന്നു പോകുന്നവർക്കോ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ എപ്പോഴും ശ്രമിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇനി നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ 1000 എഴുതിയിട്ടുണ്ട്, 4300 3000 എഴുതിയിട്ടുണ്ട്. ഇതൊരു ട്രൈ കളർ LED ബൾബാണ്. 6000 കെൽവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ വൈറ്റ് ആണ് വരുന്നത്. 4300 എന്ന് പറഞ്ഞാൽ വാം വൈറ്റ് ആണ് വരുന്നത്. അതുപോലെ 3000 കെൽവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോ കളറാണ് വരുന്നത്. അപ്പോൾ ഈ 3 കളർ കിട്ടുന്ന മോഡൽസ് ഉണ്ട്. ഞാനിപ്പോൾ ചിലതൊക്കെ ഇങ്ങനെ പരീക്ഷണം നടത്തുന്നേ ഉള്ളൂ. എന്നാലും ഞാൻ ഒരു കാരണവശാലും ഈ പറയുന്ന പോലെ ഒരു ട്രൈ കളർ എടുക്കാൻ സജസ്റ്റ് ചെയ്യത്തില്ല. പിന്നെ ചിലർക്ക് അത് തന്നെ വേണം എന്ന് പറയുന്നവർക്ക് മാത്രം ഞാനത് കൊടുക്കാറുള്ളൂ. ഇനി അതുപോലെ തന്നെ നല്ലൊരു ഹെഡ്ലൈറ്റ് ബൾബ് സജസ്റ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പറയും ക്രോസ് ലിങ്ക് വീൽസ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കുറേ നാളായിട്ട് ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു മോഡലാണ്. പലപ്പോഴും മാറ്റി നോക്കാറുണ്ട് വേറെ പല ബ്രാൻഡ്സുകളും. പക്ഷേ എനിക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് തോന്നിയൊരു മോഡൽ തന്നെയാണ് ഈ ക്രോസ് ലിങ്ക് വീൽസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നാവോ ഇവോ എന്ന് പറയുന്നൊരു മോഡൽ നല്ലതായിരുന്നു. പക്ഷേ ഇപ്പം അതിൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പം പറയാനാണെങ്കിൽ കേരളത്തിൽ അവർക്ക് ഡീലേഴ്സ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിക്ക് വാറണ്ടിക്ക് പ്രശ്നം വല്ലതൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീപ്ലേസ്മെൻറ്റ് വളരെ താമസിക്കും. എന്നാൽ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം വരുന്നില്ല. സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് റീപ്ലേസ്മെൻറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15,199 അതായത് 15,200 ഇതിൻ്റെ MRP വരുന്നത്. പക്ഷേ നല്ല കിഡിലൻ ഓഫറിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് കിട്ടുന്നതായിരിക്കും. പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചു തരുന്നതായിരിക്കും. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ സജഷനാണ് ഞാൻ പറഞ്ഞത്. പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് നമ്മുടെ ലൂമൻ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ലൂമൻ 19,800 കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ലൂമൻ എന്താണ് സൂചിപ്പിക്കുന്നത്? ലൂമൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഹെഡ്ലൈറ്റ് ബൾബിൽ നിന്ന് വരുന്ന ലൈറ്റിൻ്റെ ഔട്ട്പുട്ടാണ്, അഥവാ ലൈറ്റിൻ്റെ വെട്ടം എത്രത്തോളം വരും എന്നുള്ളതാണ് ലൂമൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇറങ്ങുന്ന പല മോഡൽസിലും ഇത് കാണിക്കുന്നത് വളരെ ഫോൾസ് ആയിട്ടുള്ള രീതിയിലാണ്. അതായത് കൃത്യമായിട്ടുള്ളൊരു അളവല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഞാൻ എപ്പോഴും ചെക്ക് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന ലൂമൻ കൃത്യമായിട്ട് ഇതിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്താണ് നോക്കാറ്. ഇതെങ്ങനെ ചെക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലക്സ് മീറ്റർ യൂസ് ചെയ്ത് നമുക്കിത് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇനി ലക്സ് മീറ്റർ കണ്ടിട്ടില്ലെങ്കിൽ ഈ കാണുന്നതാണ് ലക്സ് മീറ്റർ എന്ന് പറയുന്നത്. എൻ്റെ പഴയ കുറച്ച് വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്കിത് കാണാനും അറിയാനും സാധിക്കും. ഇതാണ് ലൈറ്റ് ഡിറ്റക്ട് ചെയ്യുന്ന സെൻസർ. ഈ സെൻസർ വെച്ചാണ് നമ്മളത് ചെക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ പഴയ കുറച്ച് വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് ഇത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും.